ഹായ് ഹലോ. ഞാനിന്ന് കപ്പക്ക കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിന്. അതിന് വേണ്ടി കപ്പക്ക തൊലിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ കഷ്ണാക്കി മുറിച്ച ശേഷം കുറച്ച് ഉപ്പും ഇട്ട് കുറച്ചത് വേവേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ മൂടിട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 വിസിലിൽ കപ്പക്ക വേവിച്ചെടുത്തു. അതിന് ശേഷം ഒരു മുറി തേങ്ങ ചിരകിയതെടുത്ത് മിക്സിയിലിട്ടിട്ട് ഒരു 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 2-3 കറിവേപ്പിലേൻ്റെ ഇലയും കൂടി ഇട്ട് ഒരു 2 കയ്യിലിൻ്റെ അകത്ത് ആ പച്ചടിക്ക് ആവശ്യമായ തൈരും കൂടെ ഒഴിച്ച് നമ്മൾ തേങ്ങ നല്ലപോലെ നല്ലോണം മുതിയണം തേങ്ങ അരച്ചെടുക്കുക. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് നിന്ന് വെന്ത കപ്പക്ക നല്ലപോലെ ഇതുപോലെ കയ്യിൽ വെച്ച് നല്ലപോലെ ഇളക്കി നല്ലോണം ഉടച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അരച്ച തേങ്ങയും പിന്നെ കുറച്ച് കടുക് പൊടിച്ചതും കൂടി ഇട്ട് കുറച്ച് ഇഞ്ചിയും ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. കുറച്ച് പച്ചക്കറിവേപ്പില എടുത്തിട്ട് നമ്മൾ കൈവച്ച് ഒന്നിങ്ങനെ ഞെരടി കൊടുത്തിട്ട് അതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കിയിട്ട് കറക്റ്റ് ഉപ്പും എല്ലാം നോക്കി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറഞ്ഞു പോയില്ലെങ്കിൽ ആവശ്യത്തിനെല്ലാം ചേർത്ത് കൊടുത്ത് കറക്റ്റാക്കി ഇളക്കി നോക്കിയ ശേഷം കുറച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് കടുക് ഇടുക. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയും ഇട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഒരു 2 സ്പൂണ് ചിരകിയ തേങ്ങയും കൂടി ഇടുക. അതും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറീൻ്റെ അകത്തേക്ക് വറുത്തിടുക. തേങ്ങ കുറച്ച് വറുത്തിട്ടാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചടി നാളെ ആയാലും നമുക്ക് ഉപയോഗിക്കുമ്പോൾ അധികം പുളിച്ചു പോകില്ല. അതിന് വേണ്ടിയാണ് ഞാൻ തേങ്ങ ഇട്ടിന്. നിങ്ങൾക്ക് തേങ്ങ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ വെറുതെ കടുകും കറിവേപ്പിലയും മാത്രം പൊട്ടിച്ചിട്ടാലും മതി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നിട്ട്. നമ്മൾ സാധാരണ കുമ്പളങ്ങ വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കൽ. പക്ഷേ കപ്പ കൊണ്ടുള്ള പച്ചടി നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ആക്കി നോക്കണേ.